ഹായ് സ്റ്റുഡൻസ്, സ്റ്റാൻഡേർഡ് 10th ചാപ്റ്റർ 8 ലെറ്റ്സ് ഗീവ് ലൈഫ് ടു പിക്ചേഴ്സ് എന്ന ചാപ്റ്ററിലെ പ്രാക്ടിക്കൽസ് നോക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആനിമേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആനിമേഷൻസ് ആർ ക്രിയേറ്റഡ് ഇൻ 2D ആൻഡ് 3D ഫോർമാറ്റ്സ്. അതിൽ നമ്മളിപ്പോൾ ഈ 2D ഫോർമാറ്റിലുള്ള ആനിമേഷനാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ടൂൺസ് ആണ്. അതുപോലെയുള്ള മറ്റ് സോഫ്റ്റ്വെയർ TupiTube ഡെസ്ക്, സിൻഫിക് സ്റ്റുഡിയോ, അഡോബ് ആനിമേറ്റ് എന്നിവയാണ്. അതേപോലെ തന്നെ 3D ആനിമേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ബ്ലെൻഡർ, ഓട്ടോഡെസ്ക്, മായ ആൻഡ് അഡോബ് ഡൈമെൻഷൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സീനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ കൊടുക്കുന്ന ലൂണ എന്നുള്ളതാണ് സീൻസ്. അപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ സീനിൽ വിതേർഡ് പ്ലാന്റ്, സ്മോൾ പഡിൽ, സ്കൈ. ആക്ഷൻ എന്ന് പറയുന്നത് ക്ലൗഡ്സ് ആർ മൂവിങ് ഇൻ ദ സ്കൈ. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. എന്നിട്ട് 5 സെക്കൻഡാണ് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഓപ്പൺ ടൂൺസ് ആണെന്ന് പറഞ്ഞു. ഇറ്റ്സ് എ ഫ്രീ ആനിമേഷൻ സോഫ്റ്റ്വെയർ ബേസ്ഡ് ഓൺ ടൂൺ സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ ഡിജിറ്റൽ വീഡിയോ SPA ഇൻ ഇറ്റലി. ഇറ്റ് പ്രൊവൈഡ്സ് ടൂൾസ് ഫോർ ഡ്രോയിങ്, ആനിമേഷൻ ആൻഡ് സൗണ്ട്. നമുക്ക് ഒരേ സമയത്ത് അതിൻ്റെ അകത്ത് ഡ്രോയിങ്ങും അതേപോലെ തന്നെ ആനിമേഷനും കൊടുക്കാം, അതേപോലെ സൗണ്ടും ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ഓപ്പൺ ടൂൾസിൽ എങ്ങനെയാണ് ആനിമേഷൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഷോ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ ടൂൾസ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഓപ്പൺ ടൂൾസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആ സോഫ്റ്റ്വെയർ കാണിക്കുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയറിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ആ സോഫ്റ്റ്വെയർ ഓപ്പണായി വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ നമ്മളോട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ന്യൂ പ്രൊജക്റ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളിടത്ത് ന്യൂ പ്രൊജക്റ്റ് കൊടുത്തു. ഇവിടെ ലൂണ എന്ന് കൊടുക്കുക. ഇനി മാറ്റങ്ങളൊന്നും വേണ്ട. ഇവിടെ ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം അതിനകത്തൊരു ന്യൂ സീൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ക്രിയേറ്റ് എ ന്യൂ സീൻ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ സീൻ നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നത് തന്നെ കൊടുക്കുക. സീൻ നെയിം സീൻ 1, ക്യാമറ സൈസ് HD 720. അപ്പോൾ അത് തന്നെ കൊടുക്കുന്നു. സീൻ നെയിം ഇവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ കഴ്സർ കാണിക്കുന്നതാണ്. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുക. ഇവിടെ ക്യാമറ സൈസ് എന്നുള്ളിടത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് HD 720 16/9 എന്നുള്ളത് എടുക്കാം. അതേപോലെ നമുക്ക് ഒരു ലൊക്കേഷനിൽ സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ലൊക്കേഷൻ നമുക്ക് സേവ് ചെയ്യാം. ഇവിടെ നിന്ന് മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ ഡിഫോൾട്ടായിട്ട് ലൂണ എന്ന് പറയുന്ന ഒരു സീൻസിലാണ് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മൈ ഡോക്യുമെൻറ്റ്സിലേക്കൊക്കെ മാറ്റണമെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി ഇവിടെ യൂണിറ്റ്സ് എന്നുള്ളിടത്ത് പിക്സൽ എന്നാണ് കൊടുക്കേണ്ടത്. ഇവിടെ പിക്സൽ എന്ന് കൊടുക്കുന്നു. ഇനി ഫ്രെയിം റേറ്റ് എന്നുള്ളത് 12 എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കൊടുത്തു. ഇനി നമ്മളിവിടെ ക്രിയേറ്റ് സീൻ എന്ന് കൊടുക്കുന്നു. ഇങ്ങനെ അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പൺ ടൂൺസിൻ്റെ വിൻഡോ ആണ് ഓപ്പണായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പിലായിട്ടുള്ളത് ഇത് ടൈറ്റിൽ ബാർ ആണ്. അതേപോലെ ഇവിടെ കാണിക്കുന്നത് അതിൻ്റെ മെനു ബാർ ആണ്. നിങ്ങൾക്ക് ഒരുപാട് റൂംസ് കാണാം, ഡിഫറെൻറ്റ് റൂംസ് കാണാം. ഡ്രോയിങ് റൂം ഉണ്ട്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രോയിങ് റൂം. അതേപോലെ തന്നെ ആനിമേഷൻ റൂം, എക്സ്ഷീറ്റ്, അതുപോലെ തന്നെ ബ്രൗസർ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് ഡ്രോയിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇപ്പോൾ ബ്രഷ്, ഇറേസറൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അതിനെ ഹെൽപ്പ് ചെയ്യുന്ന പല ടൂൾസും ഇവിടെ തന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ കളർ പാലറ്റ് ഉണ്ട്. ഇത്രയാണ് മെയിനായിട്ട് ഈ പറയുന്ന ഓപ്പൺ ടൂൾസിലുള്ളത്. അപ്പോൾ നമ്മളിനി ആദ്യം ചെയ്യേണ്ടത് ആനിമേഷൻ എന്നുള്ളത് എടുക്കുന്നു. ആനിമേഷൻ എന്നുള്ള റൂം ഓപ്പൺ ചെയ്യുന്നു. നമുക്കിനി ഈ ആനിമേഷനിൽ ഓരോ ഫ്രെയിമുകളായിട്ടാണ് നമ്മൾ പിക്ചേഴ്സിനെ കൊടുക്കുന്നത്. അപ്പം ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിമാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് അതിൻ്റെ ഫ്രെയിം പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. The number of frames displayed in 1 second is called frame rate. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളിവിടെ ഫ്രെയിം പെർ സെക്കൻഡ് എന്നുള്ള ഈ ഒരു ഫാക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ആനിമേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട റിസോഴ്സൊക്കെ കൂടി നമുക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പത്തിന് ഒരു ഡോക്യുമെൻറ്റ്സ് പറഞ്ഞ ഫോൾഡറിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ താഴെയുള്ള ഫയൽസ് എടുക്കുന്നു. ഫയൽസിൽ നിന്ന് നമ്മുടെ ഫോൾഡേഴ്സൊക്കെ ഇപ്പോൾ ഉള്ളത് ഹോമിൽ, സ്കൂൾ റിസോഴ്സിൽ, ക്ലാസ് 10ൽ, ആനിമേഷൻ എന്നുള്ള ഫോൾഡറിലാണ്.
അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോൾഡറിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്കിൽ കോപ്പി കൊടുക്കുന്നു. അതിനെ ഹോമിൽ ഇവിടെ ഡോക്യുമെൻറ്റ്സ് കാണാം, ഒന്നെങ്കിൽ ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇവിടെയോ കാണാം. ആ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക്, ഇവിടെ ഒരു സ്പേസ് ഉള്ള സ്ഥലത്ത് വെറുതെ റൈറ്റ് ക്ലിക്ക് കൊടുത്താൽ മതി, പേസ്റ്റ് എന്ന് കൊടുത്തു. അങ്ങനെ ആ ഒരു ഫോൾഡർ നമ്മളിവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞത് ലെറ്റ് സെറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പം നമ്മളിവിടെ ഓപ്പൺ ടൂൾസ് എടുത്തിട്ട് ഈ ആനിമേഷൻ അല്ലെങ്കിൽ എക്സ് ഷീറ്റ് ഇതിൽ രണ്ടിലും നമുക്ക് ചെയ്യാം. ഇവിടെ ഇങ്ങനെ എക്സ് ഷീറ്റ് തന്നിട്ടുണ്ട്, ഇങ്ങനെ കോളംസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കോളത്തിലാണ് നമ്മൾ ഏറ്റവും ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു ഇമേജിനെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്രെയിം 1. ആ ഫ്രെയിം 1 എന്നുള്ള സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഫ്രെയിം 1 എന്നുള്ള ഈ ഒരു സെല്ലിലേക്കാണ് നമുക്ക് പിക്ചർ വരേണ്ടത്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. ഇനി നമ്മളിവിടെ ബ്രൗസർ എന്നുള്ള റൂം കാണാം, ആ ബ്രൗസർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ പാത്താണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഫയൽ കോപ്പി ചെയ്തത് ഇവിടെ ഏറ്റവും ടോപ്പിലുള്ള മൈ ഡോക്യുമെൻറ്റ്സിലാണ്. അപ്പം മൈ ഡോക്യുമെൻറ്റ്സ് എടുക്കുന്നു. അവിടെ നമുക്കിവിടെ ഫോൾഡർ കാണാം, ആനിമേഷൻ, അത് സെലക്ട് ചെയ്തു. അടുത്തത് സീൻ 1 എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇവിടെ bg.png എന്ന് കാണാം. അപ്പം അതിൽ ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. ഓരോ സിംഗിൾ ക്ലിക്കാണ് നമ്മളിപ്പോൾ കൊടുത്തത്. ഇവിടെയും ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ആ പിക്ചർ അവിടേക്ക് ലോഡ് ചെയ്യണം. അതിനായിട്ട് ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക്, മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ലോഡ് എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ വരുന്ന ഡയലോഗ് ബോക്സിൽ ലോഡ് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഇമേജ് അവിടെ ലോഡായിട്ടുണ്ട്. ഇനി നമുക്കത് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആനിമേഷൻ എന്നുള്ളത് എടുക്കാം. അപ്പോൾ ഈ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ സ്ക്രീന് പിന്നെ സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്കിവിടെ വേണ്ടത് 5 സെക്കൻഡ് നിൽക്കുന്ന ഒരു ആനിമേഷനാണ്. 1 സെക്കൻഡ് നമ്മൾ പറഞ്ഞത് 12 ഫ്രെയിമാണ്. അപ്പം 5 സെക്കൻഡ് ആകുമ്പം 5 × 12 ആണ്. അപ്പോൾ 60 ഫ്രെയിംസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് നമ്മളിവിടെ ഈ ഒരു ബീജിനെ 60 ഫ്രെയിമിലേക്ക് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഇമേജ് ഇവിടെ ഉണ്ടാവില്ല. ഈ ഒരു ഫ്രെയിമിൽ, ഈ ഒരു സെല്ലിൽ മാത്രമേ ഈ ഒരു ഇമേജ് ഉള്ളൂ. അതിനെ ബാക്കിയുള്ള സെല്ലിലേക്കും കൂടി നമ്മൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യണം. അതിനായിട്ട് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ബട്ടൺ, അതിൻ്റെ പേര് അത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു റിപ്പീറ്റ് സെലക്റ്റഡ് സെൽസ് ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഈ ഒരു ഇമേജ് ഉള്ള സെല്ലിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു റിപ്പീറ്റ് സെലക്റ്റഡ് സെൽസ് എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നു. അപ്പം നമുക്ക് വേണ്ട ആ ഒരു 60 ഫ്രെയിം വരെ ഇത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യാം. 60 ഫ്രെയിം വരെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 60 ഫ്രെയിം എടുത്താൽ ഈ ഒരു ഇമേജ് അവിടെ കാണാം. അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അടുത്തത് നമുക്ക് കോളം 2ലാണ്, അടുത്ത ഇതിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കോളം 2 സെലക്ട് ചെയ്തു. അതിലെ ആദ്യത്തെ ഫ്രെയിം, ഫസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് ഒരു ക്ലൗഡാണ്. അത് നമ്മൾ ഡ്രോ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഈ ഒരു ഫ്രെയിം സെലക്ട് ചെയ്തു. അതിനുശേഷം റൈറ്റ് ക്ലിക്കിൽ ന്യൂ ലെവൽ എന്നാണ് കൊടുക്കേണ്ടത്. ന്യൂ ലെവൽ എന്ന് കൊടുത്തു. ഇവിടെ അതിനൊരു നെയിം കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ക്ലൗഡ് എന്നാണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്, അത് തന്നെ കൊടുക്കുന്നു. ക്ലൗഡ് എന്ന് കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ടൈപ്പ് എന്നുള്ളിടത്താണ്. ടൈപ്പ് എന്നുള്ളിടത്ത് ടൂൺസ് റാസ്റ്റർ ലെവലിൽ നിന്നുള്ളിടത്ത് വെക്റ്റർ ലെവൽ എന്ന് കൊടുക്കുക. ഇവിടെ അപ്ലൈ കൊടുക്കുന്നു, ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊരു ഫ്രെയിം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഡ്രോ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഡ്രോയിങ്ങിനായിട്ട് നമ്മൾ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. അതിനുശേഷം ഡ്രോയിങ് റൂം സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ബ്രഷ് തന്നിട്ടുണ്ട്. ഈ ബ്രഷ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് അതിൻ്റെ ഓപ്ഷൻസ് കാണാം. ആ ടൂളിൻ്റെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതിന് എത്ര തിക്നെസ് ആണോ വേണ്ട ആ തിക്നെസ് സെലക്ട് ചെയ്യും. ഇവിടെ ഒരു 3 ആണ് കൊടുത്തത്. അതിനുശേഷം ഇവിടെ നിങ്ങൾ ഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് കളർ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഈ പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. പുതിയ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ന്യൂ സ്റ്റൈൽ എന്നുള്ള ഈ പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്യാം. ഇനി നമ്മളിവിടുന്ന് കളർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെയുള്ള വൈറ്റ് കളർ സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു കളർ ഇവിടുന്ന് കൊടുക്കുക.
അതിനുശേഷം ഇവിടെയുള്ള ഫിൽ ടൂൾ എടുത്തിട്ട് ഇവിടെ ഫില്ല് ചെയ്യുന്നു. ഇനി നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇറേസറൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ കളർ ഫില്ല് ചെയ്തു. ഇനി നമുക്കിതിനെ ഗ്രൂപ്പ് ആക്കണമെങ്കിൽ, ഇപ്പം 2 പിക്ചേഴ്സായിട്ടൊക്കെയാണ് ഡ്രോ ചെയ്തതെങ്കിൽ ഗ്രൂപ്പ് ആക്കണമെങ്കിൽ ഇതിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് എഡിറ്റിൽ ഗ്രൂപ്പ് എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ വീണ്ടും ഈ പറയുന്ന നമ്മുടെ ആനിമേഷൻ റൂമിലേക്ക് പോന്നു. ഇവിടെ ബാക്കിയുള്ള 60 ഫ്രെയിമിലേക്ക് നമ്മളിതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തു. ഇവിടെ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ തൊട്ട് മുകളിലായിട്ട് റിപ്പീറ്റ് ബട്ടൺ ഉണ്ട്. ആ റിപ്പീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ അപ് ടു ഫ്രെയിം എന്നുള്ളത് നമുക്ക് 60 ഫ്രെയിം വരെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. 60 എന്ന് കൊടുത്തു, അപ്ലൈ എന്ന് കൊടുത്തു, ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എവിടെ നോക്കിയാലും ഈ ഒരു ക്ലൗഡിൻ്റെ പിക്ചർ ഇവിടെ കാണാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടതൊരു മ്യൂസിക്കാണ്. അതിനായിട്ട് കോളം 3 അടുത്തത് സെലക്ട് ചെയ്തു. അതിലെ ആദ്യത്തെ ഫ്രെയിം സെലക്ട് ചെയ്യാം. ഇവിടെ ഒന്നെങ്കിൽ റൈറ്റ് ക്ലിക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇതാ ലോഡ് ലെവൽ എടുക്കാം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ലോഡ് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്കിൽ ലോഡ് ലെവൽ എടുക്കാം, ഇല്ലെങ്കിൽ ഇവിടെ ലോഡ് ലെവൽ എടുത്തു. ഇവിടെ നമ്മൾ മൈ ഡോക്യുമെൻറ്റ്സിലാണ് നമ്മുടെ ഫയലുള്ളത്. ആനിമേഷൻ സെലക്ട് ചെയ്തു. സീൻ 1ൽ bgmusic1.mp3 എന്നുണ്ട്, അപ്ലൈ എന്ന് കൊടുത്തു. ഇവിടെ ലോഡ് എന്ന് കൊടുത്തു. അപ്പോൾ ആ ഒരു മ്യൂസിക് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് കേൾക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ ഒരു മ്യൂസിക് കേൾക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ 60 ഫ്രെയിംസ് വരെ ആ ഒരു മ്യൂസിക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനൊരു ആനിമേഷനാണ് കൊടുക്കേണ്ടത്. ഇത് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ആനിമേഷൻ എന്നുള്ള ആദ്യത്തെ ടൂള് സെലക്ട് ചെയ്യുക. ആനിമേറ്റ് ടൂള് സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മൾ എടുക്കേണ്ടത് പൊസിഷനാണ്. നമ്മളതിൻ്റെ പൊസിഷനാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ചേഞ്ചസ് വരുത്തുന്ന ക്ലൗഡിനാണ്. അപ്പോൾ ക്ലൗഡിൻ്റെ 1ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് എവിടെയാണോ ക്ലൗഡിനെ വേണ്ടത് അവിടെ കൊണ്ടുവെക്കുന്നു. ഇവിടെ കൊണ്ടുവച്ചു. ഇനി ലാസ്റ്റ് ഫ്രെയിം, അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം ഒരു കീ ഫ്രെയിമിൻ്റെ ഐക്കൺ അവിടെ വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയുള്ള 60th ഫ്രെയിം, ക്ലൗഡിൻ്റെ 60th ഫ്രെയിമാണ് സെലക്ട് ചെയ്തത്. അവിടെ നമുക്ക് ക്ലൗഡ് എവിടേക്കാണോ പോകേണ്ടത് അവിടെ കൊണ്ട് വെക്കുന്നു. ഇനി ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ സൈസ് കുറയ്ക്കാനോ റൊട്ടേറ്റ് ചെയ്യാനോ ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ റൊട്ടേഷൻ കാണാം. അതേപോലെ തന്നെ സ്കെയിൽ എന്നുള്ള ഓപ്ഷനും കാണാം. സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് സൈസ് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ സ്കെയിൽ ഗ്ലോബൽ എന്നുള്ളിടത്ത് നമുക്ക് അതിൻ്റെ സൈസ് കുറയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടും അതിൻ്റെ സൈസ് കുറയ്ക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്താണ്. എന്നിട്ട് നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെയുള്ള പ്ലേ ബട്ടൺ എടുക്കുന്നു. ഇനി വേണമെങ്കിൽ ഇവിടെ ഒരു കോളത്തിൽ വേണമെങ്കിൽ ഒരു ക്ലൗഡിനെ നമുക്ക് വീണ്ടും ലോഡ് ചെയ്തിട്ടും ആനിമേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കോളം 4 എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്തു. വേണമെങ്കിൽ ഇവിടെ ബ്രൗസറിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ലോഡ് ലെവലിൽ ചെയ്യാം. അപ്പോൾ ബ്രൗസറിൽ നിന്ന് ആനിമേഷൻ എന്നുള്ളിടത്ത് സീൻ 3ലാണുള്ളത്. സീൻ 3 എടുത്തു. അവിടെ cloud.png എന്ന് കാണാം. അത് സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ ലോഡ് എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ലോഡ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ആനിമേഷൻ എന്നുള്ള റൂമിൽ വന്നു. അപ്പോൾ ഇവിടെ ഒരു ക്ലൗഡ് കാണും. അതിനൊന്ന് ചെറുതാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ സൈസ് ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ചെറുതാക്കുന്നത്. ഇവിടെ സ്കെയിലാണുള്ളത്. പൊസിഷൻ എവിടെയാണോ വേണ്ടത് അവിടേക്ക് അതിനെ സെറ്റ് ചെയ്യുന്നു. സ്കെയിലിൽ നിന്ന് എടുത്തിട്ട് ഒന്നും കൂടി നമുക്കതിനെ ഒന്ന് ചെറുതാക്കാം. അല്ലെങ്കിൽ ഇവിടുന്ന് നമ്മളൊരു ഇത് കൊടുത്താൽ മതി, 20% എന്ന് കൊടുത്ത് എൻ്റർ പ്രസ് ചെയ്താലും മതി. അപ്പോൾ ഇത് നമുക്ക് ബാക്കിയുള്ളതിലേക്കും കോപ്പി ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇത് സെലക്ട് ചെയ്തു. ഇവിടെ 1ാമത്തെ സെല്ല് സെലക്ട് ചെയ്തു. ഇവിടെ നിന്ന് റിപ്പീറ്റ് കൊടുത്തു. അപ് ടു ഫ്രെയിം എന്നുള്ളത് 60 കൊടുക്കുക. അപ്ലൈ കൊടുത്തു. അപ്പോൾ ഇത് 60 ഫ്രെയിമിലേക്ക് ഇത് റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഫ്രെയിം ഇവിടെ ആനിമേറ്റ് ടൂൾ സെലക്ട് ചെയ്തു. ഇതിൻ്റെ ഫസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പൊസിഷൻ
ഇവിടെ നിന്ന് നമ്മൾ പൊസിഷൻ എന്നുള്ളത് എടുക്കുക. എന്നിട്ട് അത് എവിടെയാണോ വേണ്ടത് അവിടേക്ക് കൊടുത്തു. അതേപോലെ ഇനി 60 ഫ്രെയിം എടുക്കുന്നു. അവിടെ ഈ ക്ലൗഡ് ഈ ഒരു സൈഡിലേക്കാണ് വരേണ്ടത്. അപ്പോൾ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടേക്ക് കൊണ്ടുവെക്കുക. അപ്പോൾ ഇവിടെ ഒരു കീ ഫ്രെയിം വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു ആനിമേഷൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യണം. അതിനായിട്ട് ഫയലിൽ സേവ് ഓൾ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചു സേവ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഡിഫോൾട്ടായിട്ട് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ലൊക്കേഷനിലേക്കാണ് സേവ് ആയത്. ഇനി നമുക്കിതൊരു വീഡിയോ ഫയലായിട്ട് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ ഇവിടെ റെൻഡറിൽ ഫാസ്റ്റ് റെൻഡർ ടു MP4 എന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് ഡിഫോൾട്ടായിട്ടുള്ള ലൊക്കേഷനിലേക്കാണ് അത് സേവ് ആവുന്നത്. MP4 ഫയലായിട്ട് സേവ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ആനിമേഷൻ ഫയൽ നമുക്കൊരു ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ അതിനായിട്ട് റെൻഡറിൽ ഔട്ട്പുട്ട് സെറ്റിങ്സ് എന്നുള്ള എടുക്കാം. അത് സെലക്ട് ചെയ്തു. ഇവിടെ ആദ്യം അതിൻ്റെ നെയിം ക്യാമറ 1 അത് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ അവിടെ നിന്ന് കൊടുക്കാം. ലൂണ എന്ന് കൊടുക്കണമെങ്കിൽ ലൂണ എന്ന് കൊടുക്കാം. ഇതല്ല ഫയൽ നെയിമായിട്ട് വരുന്നത്. ജസ്റ്റ് ഒരു നെയിം കൊടുത്തു. അതിന് ശേഷം സേവ് ഇന്ന് കാണാം. ഫയൽ സെറ്റിങ്സിൽ സേവ് ഇന്ന് കാണാം. ഇവിടെ ഡിഫോൾട്ടായിട്ട് ഔട്ട്പുട്ട്സിലാണ് കിടക്കുന്നത്. അതിവിടെ നിന്ന് 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ലൊക്കേഷൻ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൈ ഡോക്യുമെൻറ്റ്സിലാണ്. അത് സെലക്ട് ചെയ്തു. ഇവിടെ ചൂസ് എന്ന് കൊടുത്തു. അവിടെ വരിക നെയിം സീൻ 1 എന്നുള്ളതാണ്. നമുക്കിത് മാറ്റണമെങ്കിൽ മാറ്റിയിട്ട് കൊടുക്കാം. ഒരു ഫയലിൻ്റെ നെയിം സീൻ 1 തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റുന്നില്ല. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ടിഫ് ഫയലായിട്ടാണ് കിടക്കുന്നത്. അതിവിടെ നിന്ന് മാറ്റിയിട്ട് MP4 ഫയലാക്കി മാറ്റണം. ടിഫ് ഫയൽ എന്ന് പറയുന്ന ഒരുപാട് ഇമേജസ് ആയിട്ടാണ് സേവ് ആവുക. അപ്പം ആ ഒരു ഫോൾഡർ നിറച്ച് കുറേ ഇമേജസ് ഉണ്ടാവും. അത് മാറ്റിയിട്ട് എന്താക്കുക, MP4 ആക്കി മാറ്റുക. എന്നാലാണ് ഒരു വീഡിയോ ഫയലായിട്ട് അത് സേവ് ആവുള്ളൂ. ഇനി താഴേക്ക് വന്നിട്ട് ഇവിടെ റെൻഡർ എന്ന് കൊടുക്കുക. ഇനി അത് സേവ് ആയിട്ടുണ്ടോ നോക്കാം. അപ്പം അതിനായിട്ട് ഇവിടെ ഫയൽസിൽ ഡോക്യുമെൻറ്റ്സിൽ ഇതാ നമ്മളിപ്പോൾ ചെയ്ത് വെച്ച ഫയലാണിത് സീൻ 1 എന്നുള്ളത്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ ഒരു വീഡിയോ ഫയലായിട്ട് അത് സേവ് ആയിട്ടുണ്ട്. ഓക്കെ. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പം ഇതിൻ്റെ അകത്തുള്ള സെറ്റിങ്സൊക്കെ മാറിയായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് റീസെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അതിനായിട്ട് വിൻഡോസിൽ വർക്ക് സ്പേസിൽ റീസെറ്റ് ടു ഡിഫോൾട്ട് റൂംസ് എന്നുള്ള എടുത്താൽ നമുക്ക് ആ ഒരു ഡിഫോൾട്ടായിട്ടുള്ള സെറ്റിങ്സിലേക്ക് പോകാൻ പറ്റും. പക്ഷേ നമ്മൾ തുറന്നു വെച്ച ആ ഒരു ഫയൽ ക്ലോസ് ആവും. അതേപോലെ തന്നെ അത് റീസ്റ്റാർട്ട് ആയിട്ടാണ് ഓപ്പൺ ആവുക. അപ്പോൾ നമ്മൾ ചെയ്തു വെച്ച ഫയൽ സേവ് ചെയ്യേണ്ടതാണെങ്കിൽ സേവ് ചെയ്തിട്ടാണ് ഇത് റീസെറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ റീസെറ്റ് എന്ന് കൊടുത്തു. ഇപ്പോൾ ഇവിടെ റീസെറ്റ് റൂംസ് ടു ദർ ഡിഫോൾട്ട് എന്ന് ചോദിച്ചു. ഏസ് എന്ന് കൊടുക്കുകയാണ്. യു മസ്റ്റ് റീസ്റ്റാർട്ട് പൊൺടൂൾസ് ചോദിക്കുന്നുണ്ട്. ഏസ് എന്ന് കൊടുത്താൽ അത് ഇതിവിടെ സേവ് ചെയ്യണമെങ്കിൽ സേവ് എന്ന് കൊടുത്തു. അതിന് ശേഷം അത് റീസ്റ്റാർട്ടായിട്ട് വരികയാണ് ചെയ്യുക.